ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പി ആയിട്ടാണ് റാഗി ഊത്തപ്പം. റാഗി കൊണ്ടുള്ള എൻ്റെ 5ാമത്തെ റെസിപ്പിയാണിത്. വരൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് പയറുപരിപ്പ് 3-4 വെള്ളത്തിൽ നല്ലപോലെ കഴുകി വെള്ളം ഒഴിച്ച് കുറഞ്ഞത് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. നല്ലപോലെ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയിലോട്ട് വെള്ളത്തോടുകൂടി തന്നെ പയറിട്ട് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് റാഗി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ തിരിങ്ങിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷണലാണേ, പക്ഷേ ഇത് ചേർക്കുമ്പോൾ കൂടുതൽ രുചിയാണ്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു ബോളിലോട്ട് മാറ്റാം. സാധാരണ ദോശമാവ് ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. 3 മണിക്കൂറിൽ കൂടുതൽ പക്ഷേ ഇത് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് 3 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്തെടുത്ത് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേയും യൂസ് ചെയ്യാവുന്നതാണ്. 3 മണിക്കൂർ കഴിഞ്ഞു. ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് ചുട്ടെടുക്കാം. ദോശത്തവ കുറച്ച് എണ്ണ തടവി ഊത്തപ്പത്തിന് ഒഴിക്കുന്ന പോലെ കുറച്ച് തിക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സവാളയും തക്കാളിയും ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റും അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. തിരിച്ചിടുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും പുറത്തോട്ട് വരാതിരിക്കാനാണ്. 2 സൈഡും ഇതുപോലെ നല്ലപോലെ കുക്ക് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. എക്സാജറേറ്റ് ചെയ്ത് പറയുമല്ല, ഇതൊരു എക്സലൻറ്റ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഓപ്ഷനാണ്. നല്ല ടേസ്റ്റാണ് ഈ ഊത്തപ്പത്തിന്. വെജിറ്റബിൾസ് ആഡ് ചെയ്യാതെ നല്ല തിൻ ദോശയായിട്ടും നമുക്കിത് ചുട്ടെടുക്കാം. നല്ല തേങ്ങാ ചമ്മന്തിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.